ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ സെറ്റിന്റെ ആദരവ് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക രാധികയ്ക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ ആദരവ് രാധികയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ നായിക പ്രിയങ്കയാണ്. അമ്മയാണെന്ന് അറിയാതെ മകൾ അമ്മയെ ആരാധിച്ചോണ്ടിരിക്കുക. മകളാണെന്നറിഞ്ഞിട്ട് അമ്മയ്ക്ക് മകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാതിരിക്കുക വിചിത്രം തന്നെ അല്ലേ? അതെടുത്തി. പക്ഷേ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എവിടെയെങ്കിലും അവളെ എത്തിക്കാൻ എന്റെ കൃഷ്ണൻ എന്നെ അനുവദിക്കുന്നുണ്ടല്ലോ, അത് മതി. നീ കാല് പിടിച്ച് മാപ്പ് ചോദിക്കേണ്ടത് ആ പാവം പെൺകുട്ടിയോടാ, രാധികയോട്. ഒരു കാര്യം ചെയ്, ആ പെൺകുട്ടി നിനക്ക് മാപ്പ് തരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ പരിഗണിക്കാം. ഈയൊരു തെറ്റ് അവൾ നിന്നോട് ക്ഷമിക്കുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രിയങ്കയോട് വ്യക്തമായിട്ട് പറയാം. എന്റെ കുഞ്ഞിനെ ഇനി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ അതിന്റെ പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും. ഒരിക്കലും പൊറുക്കില്ല ഞാൻ. ആ, ഇവിടെ സെറ്റിൽ ഉണ്ടായിരുന്നൊരു കുട്ടിയാ. നമ്മൾ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശ്യാമ മേഡമാണ് ചൂണ്ടിക്കാണിച്ചത്. ശ്യാമ മേഡത്തിനേക്കാളും ഒട്ടും കുറയില്ലെന്നാ കേട്ടവരുടെ അഭിപ്രായം. അതെ, എല്ലാരും ഇങ്ങോട്ട് വന്നേ. എല്ലാരും വന്നേ. രാധിക, കൺഗ്രാറ്റ്സ്. താങ്ക്സ്. എല്ലാരും ഗംഭീര അഭിപ്രായമാ. എന്റെ ജഗദീഷ്, ഞാൻ നേരിട്ട് കേട്ടതല്ലേ, തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അന്തം വിട്ടിരിക്കുമായിരുന്നു. സത്യം പറയാലോ. ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ നമ്മൾ ആരും തിരിച്ചറിയാതിരുന്ന മാണിക്കക്കല്ല് പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്ന് വെളി വന്നിരിക്കുക. അതിന്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കാനുള്ളതാ. എന്റെ ജഗദീഷ്, ഒന്നും നോക്കണ്ട. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കാം. രാധികയുടെ വിജയം നമുക്ക് അങ്ങനെ ആഘോഷിക്കാം. നമ്മുടെ സെറ്റിന്റെ ആദരവ് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക രാധികയ്ക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ ആദരവ് രാധികയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ നായിക പ്രിയങ്കയാണ്. പ്രിയങ്ക, വരൂ. കൺഗ്രാറ്റ്സ്.
ഞാൻ ഐശ്വര്യ പറഞ്ഞ പ്രശ്നം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ വിചിത്രം തന്നെയാ. തേടി നടന്ന മകൾ ശ്യാമയുടെ മുന്നിലുണ്ടാവുക, എന്നിട്ട് അമ്മ യഥാർത്ഥ രൂപത്തിൽ മകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുക. അമ്മയുടെ സ്ഥാനത്ത് ഐശ്വര്യ വേഷം കെട്ടുക. ഒരു പക്ഷേ കഥകളിൽ എഴുതിയാൽ പോലും ആരും വിശ്വസിക്കില്ല. ഇനി ഒരിക്കലും അമ്മയുടെ വേഷം കെട്ടി അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് പറ്റില്ല. പ്രമാണത്തിൽ പോയിട്ട് ഒരു മുദ്രപത്രത്തിൽ പോലും അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശ്യാമയുടെ സമ്പത്ത് എന്റെ കയ്യിലേക്ക് വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നോ ചാൻസ്. രാധിക എന്ന കുട്ടി ജീവിച്ചിരിക്കുമ്പോ ശ്യാമയുടെ സർവ്വസമ്പത്തും അവൾക്കാ. മാത്രമല്ല, ഇതിലെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ ഏത് നിമിഷവും അമ്മയും മകളും ഒന്നിക്കാമെന്നുള്ളതാ. എന്റെ ഏറ്റവും വലിയ ഭയം അത് തന്നെയാ. മാഡം, ഞാനൊന്ന് ചോദിച്ചോട്ടെ, രാധിക ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. അവൾ ഇല്ലാതായാലോ? യു മീൻ? വഴികൾ ഉണ്ടാക്കേണ്ടി വരുമ്പോ ചിലതൊക്കെ വെട്ടിക്കളയണ്ടേ? പറയൂ മാഡം, രാധിക മരിച്ചാൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? എന്നെ സംബന്ധിച്ച് നിയമപരമായ ഒരു ചോദ്യമാ നിങ്ങൾ എന്നോട് ചോദിച്ചത്. മുൻപാണെങ്കിൽ ആരും അറിയാത്ത ഒരിടത്ത് ആ കുട്ടിയുടെ ജീവന് എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ശ്യാമ പണ്ട് ഒപ്പിട്ട് തന്ന പവർ ഓഫ് അറ്റോർണി കൊണ്ട് ഐശ്വര്യക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാമായിരുന്നു. ഇപ്പോ ശ്യാമയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഒരു അനാഥ കുട്ടിക്കല്ല, ശ്യാമയുടെ മകൾക്കാ. ഞാൻ പറയുന്നത് ഐശ്വര്യക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ച അവിടെ 2 വഴികളുണ്ട്. ഒന്നുകിൽ ശ്യാമയ്ക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും പോകാം, അല്ലെങ്കിൽ താൻ ഒരുപാട് സ്നേഹിച്ച തന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ കണ്ണായ സ്വത്തുക്കളൊക്കെ വിനിയോഗിക്കാം. ചാൻസസ് ആണ്. മാഡം, എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരുമോ? രാധികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതോ സംഭവിക്കാതിരിക്കുന്നതോ ദാറ്റ്സ് അപ്പോൺ യു. അതിനു മുൻപ് ഐശ്വര്യ ആവശ്യപ്പെടുന്ന മുദ്രപത്രങ്ങളിൽ രാധിക ഒപ്പിട്ടിരിക്കണം. അവകാശങ്ങൾ ഐശ്വര്യക്ക് കൈമാറിയിരിക്കണം. അതാണ് ശേഷിക്കുന്ന ഒരേ ഒരു വഴി. യു ഗോട്ട് ഇറ്റ്? ഓക്കെ മാഡം, എനിക്ക് മനസ്സിലായി. ഇനി വേണ്ടത് ഞാൻ ചെയ്തോളാം. എനിക്ക് ചാകാൻ പറ്റില്ലെന്നേ ഉള്ളൂ, കൊല്ലാൻ പറ്റും.